28 നവംബർ കാലത്ത് നമുക്ക് ചാലക്കുടി ഭാഗത്ത് സെൻറ്റ് ജെയിംസ് കോളേജിൽ ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡിൻ്റെ ഒരു ഇവൻ്റാണ് നടക്കുന്നത്. അപ്പോൾ UK US അങ്ങനെയുള്ള ഒരുപാട് 10-14 രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള തന്നെ ആൾക്കാർ വന്നു ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഒരു വലിയൊരു അതിൻ്റെ ഒരു അവയർനെസ്സും അതിന് എടുക്കുന്നൊക്കെ ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ ഷൂട്ടിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ആ ഷൂട്ടിന് 9:30 നമ്മൾ എത്താൻ പറയുന്നത്. നമ്മൾ 9 തന്നെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് സെൻറ്റ് ജെയിംസ് കോളേജിലേക്ക് എത്താൻ പോകണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഷൂട്ട് ഏകദേശം നമ്മളൊരു 2 മണി ആകുമ്പോഴേക്കും തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ചാലക്കുടി ടു തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ന് ഇനോഗ്രേഷൻ നടക്കുന്നത് CM, അതായത് നമ്മുടെ CM ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് കിടക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോളേജിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ് നമ്മൾ. ഇവിടെയാണ് നമ്മുടെ ഇവൻ്റ് നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു തീർന്ന അടുത്ത ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് ഇവിടെ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്. അതിൻ്റെ ഇനോഗ്രേഷനാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് 3 മണിക്ക് അവിടെ എത്തണം. CM 4 മണിക്ക് എത്തും. 1 hour മുന്നേ എത്തണം. പക്ഷേ ബ്ലോക്ക് ആകാൻ എത്താൻ പറ്റുമോ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. ഓക്കെ, ബൈ. അപ്പോൾ ഈ സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇത്രയും ക്രൗഡുണ്ട്. അപ്പോൾ വലിയൊരു ആളാണ്. നല്ല ലൈറ്റപ്പായിട്ട് നമുക്ക് ലൈറ്റ് വേറെ യൂസ് ചെയ്യേണ്ടി വരില്ല. ഇവിടെ തന്നെ നല്ലപോലെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഒരേ സ്ഥലങ്ങളിലെ കൗണ്ടറുകൾ ഞാനിപ്പോൾ അവിടെ ഫ്രീ ടൈം ഒന്നിരുന്നപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത സ്ഥലം. അപ്പോൾ ഒരു 12 ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. ഇപ്പോൾ ഏകദേശം ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാറ്ററി ഇടണം കഴിഞ്ഞപ്പോൾ അടുത്ത് ചാർജ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ഒരു 1 hour കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോകണം. അപ്പോൾ നമ്മുടെ ഒരു ചാലക്കുടിയിലത്തെ കാലത്ത് ഇവൻ്റ് കഴിഞ്ഞു. ഏകദേശം ഒരു 12:30 കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒതുക്കായി അവിടെ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു 1:30 വരെ നമ്മളോട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 1:30 ഇറങ്ങണ വരെ ഇപ്പോൾ അറിയാലോ ഫോട്ടോഗ്രാഫർമാരുടെ അവസ്ഥ. ആ സമയം കുറേ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ട് പോരാനും പറ്റില്ല. പക്ഷെ അടുത്ത ഡ്യൂട്ടിക്കുള്ള സമയം ആവുകയും ചെയ്യും. അപ്പോൾ ഒരു കണക്കിന് നമ്മൾ എടുത്തു, ഷൂട്ട് ചെയ്തു. 2 മണിയായപ്പോഴേക്കും നമ്മളവിടെ ഇറങ്ങി ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ഭക്ഷണം വളരെ ഫാസ്റ്റായിട്ട് വളരെ കുറച്ച് എന്താ പറയുക, കഴിച്ചില്ലാത്ത പോലെ ഓടിപ്പോയി കഴിച്ചിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് വണ്ടി എടുത്തു. അതിനുള്ളിൽ കുറച്ച് ചെറിയ വഴികളായ കാരണം നമ്മൾ അപ്പം ഷൂട്ട് ചെയ്തില്ല. ഇപ്പോൾ ഹൈവേയിലെത്തി. അടുത്ത ഡെസ്റ്റിനേഷൻ സുവോളജിക്കൽ പാർക്ക്. പഴയക്കുള്ള മൂവ്മെൻ്റാണ്. ഫ്രണ്ട് വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. വഴിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പോണ വഴിയിൽ പുതുക്കാട് കാറ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് നമ്മുടെ അങ്ങനെയുള്ള രാഹുലേട്ടൻ്റെ ബൈക്കിന് പോകണമെന്നാണ് സേഫ് എപ്പോഴും. അങ്ങോട്ട് വേറെ ഒന്നുകൊണ്ടല്ല, കാറ് അവിടേക്ക് എത്തില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഇത്ര തിരക്കിനുള്ളിൽ നമുക്കൊരു ട്രാഫിക് വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിന് എത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല ചോയ്സ് നമ്മളൊക്കെ സാധാരണ പോകുന്നത് ബൈക്കിനായിരിക്കും. ബൈക്കിന് കയറിപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കയറിപ്പോവാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ CM ഒരു 4 മണിയാകുമ്പോൾ എത്തും. 4 മണിയാകുമ്പോൾ എത്താണെങ്കിൽ അതിന് 1/2 മണിക്കൂർ മുന്നെങ്കിലും അവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ ഈ കാറും കൊണ്ടുപോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള ആളാത്തൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വിട്ടില്ല. പോലീസുകാർ നമ്മൾ ആ ഒരു ഒന്നാമത്തെ കാറൊന്നും വിട്ടില്ല. ആ വഴി ബ്ലോക്കായിരിക്കും. അപ്പോൾ നമുക്ക് കയറി പോകാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ സമയത്ത് എത്താന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് മൂവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇരിങ്ങാലക്കുടയ്ക്ക് പോലെ തിരിഞ്ഞ കോട്ട ജംഗ്ഷൻ എത്തി. നമ്മൾ നേരെ പാലം കയറി പോവാണ്. ഫ്രണ്ട് വ്യൂ വെച്ചാൽ അങ്ങനെ ഹൈവേ കൂടി ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഈ ഒരു ട്രാവലിൽ. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു വർക്കിന് പോകുമ്പോൾ നമുക്ക് ആരും കൊണ്ടുപോകാൻ അസിസ്റ്റൻ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ആയിരിക്കും കൂടുതൽ. ഒറ്റയ്ക്കാണ്. ഈ അടുത്ത ഡെസ്റ്റിനേഷൻ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിലെ എന്താ പറയുക, നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്, മാറ്റി വയ്ക്കുകയാണ് അങ്ങോട്ട്. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴുള്ള ഭംഗി ഭയങ്കര ഭംഗിയായിരിക്കും. വളരെ പുറത്തുനിന്നൊക്കെയുള്ള ഒരു ആൾക്കാരൊക്കെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ പോയിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ഉണ്ടായിരുന്നപ്പോൾ 2 വട്ടം ഞാൻ പോയിരുന്നു. അന്നൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മൃഗങ്ങളൊക്കെ കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ ഇനോഗ്രേഷൻ്റെ കാര്യത്തിന് വേണ്ടി CM പറഞ്ഞാൽ സ്പെഷ്യൽ ഡ്യൂട്ടി വന്നപ്പോഴാണ് പോവുകയാണ്. ഓക്കെ,
നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഹുലേൻ്റെ ബൈക്കിൽ കയറി അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. വഴിയിൽ വണ്ടി വെച്ചു. ഞാൻ രാഹുലേണ്ടും പോയി അങ്ങോട്ട് നേരെ ഹൈവേ. അപ്പോൾ ഫ്രണ്ടിലെ 2 സൈഡിൽ കൂടി നടുക്കൊരു പാത്ത് വേ ഉണ്ട്. ആ പാത്ത് വേ കൂടി ഞാൻ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി. അവിടെ ഒരു കലാരൂപം എന്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് നേരെ തിരിച്ച് ഈ റെഡ് കാർപ്പറ്റിലൂടെയാണ് CM നടന്നവരെ അവിടെ വെൽക്കം ചെയ്തിട്ട് ഇപ്പുറത്തെ സ്റ്റേജിലേക്ക് ഈ ഒരു വഴി കൂടിയാണ്. അങ്ങനെ CM വന്നു. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര ഫ്രഷായിരിക്കും. രാജേഷിൻ്റെ സ്പീച്ച് രാഹുലേട്ടൻ സ്റ്റേജിൽ കയറി. ഞാൻ ഫ്രണ്ടിലേക്ക് നിന്ന് അങ്ങനെ 2-3 പേരുണ്ടാവും നമ്മൾ അവിടെ ഇവിടെ കേട്ട് അങ്ങനെ എന്താണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓടി നടക്കാനും പാടില്ല. അവിടെ അങ്ങനെ കുറച്ച് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. ഡയറക്ഷനൊക്കെ ഉണ്ടാവും നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. രാഹുലേട്ടൻ അവിടെ മുകളിൽ കയറി മുകളിൽ ഓഡിയൻസ് ഭയങ്കര ക്രൗഡായിരുന്നു. ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചേക്കാളും കൂടുതൽ ക്രൗഡായിരുന്നു. നമ്മുടെ എല്ലാ ചാനലുകാരും ഇവിടെ നിൽക്കും. പിന്നെ PRക്കാർ അത് പരിതേച്ച് നമ്മുടെ പരിതേച്ച് ഞാനും കൂടെ അടുത്ത് അവിടെ ഫ്രണ്ട് വ്യൂവിൽ നിന്നില്ല. CMൻ്റെ സ്പീച്ച് നേരെ എൻ്റെ ബാക്കിലുണ്ടോ എല്ലാ മീഡിയം ഇവിടെ നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ PRക്കാരായ കാരണം ഇത്തിരി ഫ്രണ്ടിൽ നിൽക്കാം, അത്ര തന്നെ ഉള്ളൂ. CMൻ്റെ സ്പീച്ചൊക്കെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. CM പോയി. അപ്പോൾ ഞങ്ങൾ നേരെ ആ വഴി അറ്റത്തിൽ കൂടി പുറത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരെ ഒന്നും നോക്കിയില്ല. സ്റ്റേജിൽ കയറി CM പോകാനുള്ളൊരു വഴിയുണ്ട്, ആ വഴി ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ സ്റ്റേജിൽ മുകളിൽ കയറിയപ്പോൾ വിഷ്വൽ എടുത്താണ്. അങ്ങനെ തന്നെ അപ്പോൾ പരിതേച്ചിക്ക് വേണം. ഓക്കെ, പരിതേച്ചിനെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. ഇത് പുറത്ത് ലൈറ്റപ്പൊക്കെ ഒന്ന് വേണ്ട റൗണ്ട് ഒന്ന് വെറുതെ എടുത്തു. ഇനി ഉള്ളിലൊന്നും എടുക്കാൻ പറ്റില്ല ഈ സമയത്ത്. അങ്ങനെ ഞങ്ങൾ നേരെ രാവിലെ ബൈക്കിൽ വീണ്ടും കാറിൻ്റെ അവിടേക്ക് നിന്ന്. അപ്പോൾ തിരിച്ച് 8 മണി കാലത്ത് 8 മണിക്കോളം ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു ഇവൻറ്റ് കഴിഞ്ഞ് ഞാൻ സുവോളജി പാർക്ക് ഇവൻറ്റ് 2 ഇവൻറ്റ് കഴിഞ്ഞു. വഴിയിൽ വണ്ടി വിട്ട് പോയി. അത് കഴിഞ്ഞ് അവിടെ ബൈക്കിന് പോയി. തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുത്ത് പിന്നെ ട്രാവൽ ചെയ്തു. ഇപ്പോൾ കാട്ടൂര് ബൈപ്പാസ് അതാണ് കൊടുക്കുക കണ്ടത്. റോഡ് നല്ല ശോക. അത് ഇങ്ങനെ കുലുങ്ങി പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ റെസ്റ്റ്. നാളെ വീണ്ടും കാലത്തെ പ്ലാനുകളൊക്കെ സെറ്റാണ് ഒരുവിധം. അപ്പോൾ ആ ഒരു ഫോർമുലയിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.